മഞ്ചേരി നഗരസഭ വാർഡ് 36 ശാന്തിഗ്രാം സ്വതന്ത്ര സ്ഥാനാർത്ഥി സിക്കന്ദറിനെ വിജയിപ്പിക്കുക. പേര് കേട്ടാൽ നമ്മൾ വിചാരിക്കും ഈ സിക്കന്ദർ ഒരു നോർത്ത് ഇന്ത്യൻ പേരാണോ പഞ്ചാബിയാണോ എന്ന് വിചാരിക്കും. പക്ഷെ ആള് മഞ്ചേരിക്കാരൻ തന്നെയാണ്, നമ്മുടെ കൂടെയുണ്ട്. ആദ്യം തന്നെ ഈ പേരിനെ പറ്റി എന്തുകൊണ്ടാണ് ഇങ്ങനൊരു പേര്? മഞ്ചേരി മലപ്പുറം അത്ര പരിചിതമല്ലാത്തൊരു പേരാണല്ലോ സിക്കന്ദർ. അത് ഗ്രാൻഡ് ഫാദർ ഇട്ട പേരാണ്. അത് സിക്കന്ദർ ഹയാത്ത് എന്നാണ് ശരിക്കുള്ള പേര്. എന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേരിട്ടത്? അത് അന്വേഷിച്ചപ്പോൾ എന്താ വെച്ചാൽ ഒരു മതേതര വിശാല കാഴ്ചപ്പാടുള്ള ആളായിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഒരു പ്രത്യേകത ഉണ്ടാകട്ടെ പേരിൽ എന്നുള്ള നിലയ്ക്ക് ഇട്ട പേരാണ്. അതെ, പഞ്ചാബി പേരാണ്. സിക്കന്ദർ എന്താണ് ശരിക്കും ഉള്ള മീനിങ് എന്താ വെച്ചാൽ അലക്സാണ്ടർ, കീഴടക്കുന്നവൻ എന്നുള്ളതാണ് ആ പേരിന്റെ അർത്ഥം. എന്താണെങ്കിലും നിങ്ങൾ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്? സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. മുൻപ് കോൺഗ്രസിന്റെ പ്രവർത്തകനൊക്കെ ആയിരുന്നു? അതെ അതെ അതെ, മുൻപ് കോൺഗ്രസിന്റെ കൗൺസിലറായിരുന്നു. പിന്നെ ഒരു 2 വർഷമായിട്ട് ഇപ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലില്ല. പിന്നെ ശാന്തിഗ്രാം പോലുള്ളൊരു വാർഡിൽ ഒരു രാഷ്ട്രീയക്കാരനായി തന്നെ മത്സരിച്ചോളണം എന്നില്ല എന്നുള്ളത് കൊണ്ടാണ് ഒരു പൊതുപ്രവർത്തകനായിട്ട് മത്സരിക്കുക എന്നുള്ളതാണ് തീരുമാനം. എങ്ങനെയാണ്, പണികളൊക്കെ ഉണ്ടോ? ഇത് ഒരു ടൗണുമായി ബന്ധപ്പെട്ട സ്ഥലമാണ് ഈ വാർഡ്. പ്രത്യേകിച്ച് ഉദ്യോഗസ്ഥര്, അതുപോലെ തന്നെ ഒരു എഡ്യൂക്കേറ്റഡിലായിരുന്നു. അപ്പോൾ ഇവിടുത്തെ ഒരു ഇലക്ഷൻ പ്രചരണം തന്നെ നമ്മൾ ഈ പ്രത്യേകിച്ച് പുറത്തൊക്കെ പോലെ 2 പേര് 3 പേരൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു പ്രവർത്തനമാണ് ഇവിടുത്തെ മൊത്തത്തിലുള്ള. ഈ വാർഡിനെ ബേസ് ചെയ്താണ് ഒരു 20 വർഷമായിട്ട് ഞാൻ പ്രവർത്തിക്കുന്ന ഒരാളാണ്. ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരായാലും ഒരു വളരെ കുറഞ്ഞ വിധമായ രീതിയിൽ 2-3 ആളുകളൊക്കെ ആയിട്ടാണ് ഒരു വാർഡിൽ പ്രവർത്തനത്തിന് ഇറങ്ങാറ്. ഈ വാർഡ് ചിഹ്നം കിട്ടാത്തതുകൊണ്ട് വോട്ട് ചോദിക്കുന്ന ഒരു പ്രശ്നമുണ്ട്? ഇല്ല, അങ്ങനത്തെ ഒരു പ്രശ്നമില്ല. ഞാൻ ഇവിടെ പിന്നെ ഒരു 10-20 വർഷമായിട്ട് ഇത് നേരത്തെ പറഞ്ഞ പോലെ ഈ പേര് കൊണ്ട് തന്നെ അറിയപ്പെടുന്ന ഒരാളാണ്. പിന്നെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും സുപരിചിതനും കൂടിയാണ്. എന്താണെങ്കിലും വിജയിക്കും എന്നുള്ള പ്രതീക്ഷ തന്നെയാണ്. 100% വിജയിക്കുന്നുള്ള പ്രതീക്ഷയോടുകൂടി തന്നെയാണ്. ഈ സിക്കന്ദറിന്റെ എതിരാളികളാണ് ഈ LDFന്റെ സ്ഥാനാർത്ഥി പ്രജിത്തുണ്ട്, അതുപോലെ തന്നെ ഇവിടെ UDFന്റെ സ്ഥാനാർത്ഥിയായിട്ടുള്ളത് ഹുസൈൻ വല്ലാഞ്ചിറ. അവര് കോൺഗ്രസിന്റെ മുതിർന്ന നേതാവാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മത്സരമായിരിക്കും ഈ 36-ാം വാർഡിൽ നടക്കുക. അപ്പോൾ പേരിനെ അന്വർത്ഥമാക്കിയിട്ട് സിക്കന്ദർ അലക്സാണ്ടറിനെ പോലെ വിജയിച്ച് കയറുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ കണ്ടു തന്നെ അറിയാം. അഖിലോട്ട് പറയ്ക്കൊപ്പം CB അനുമോദ്, ന്യൂസ് 18.